So, in this presentation, we are going to study about bootstrap loader. ഓക്കെ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത് ഈ ആബ്സല്യൂട്ട് ലോഡറിൻ്റെ ഒരു ടൈപ്പാണ്. ഓക്കെ, ആബ്സല്യൂട്ട് ലോഡറിൻ്റെ ഒരു ടൈപ്പാണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് ആ ഒരു ലോഡർ എക്സിക്യൂട്ട് ആവുന്നത്? അതായത് നമ്മളുടെ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് ഓൺ ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആബ്സല്യൂട്ട് ലോഡറാണ് അവിടെ എക്സിക്യൂട്ട് ആവുന്നത്. ആ ലോഡറിൻ്റെ പേരാണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ. അതായത് നമ്മളുടെ OS റൂട്ടീൻസിനെ എല്ലാം ഇതിന് നമ്മളുടെ ഹെഡെന്നോ ടെക്സ്റ്റെന്നോ എൻഡ് റെക്കോർഡെന്നോ എന്നുള്ള രീതിയിലൊന്നും നമുക്ക് ഒബ്ജക്റ്റ് കോഡുകളെ കാണാൻ പറ്റില്ല. ജസ്റ്റ് ഒരു സെറ്റ് ഓഫ് കോഡ്, റൊട്ടീൻ ഓഫ് കോഡ്സ് ആയിരിക്കും. അതിന് എന്ത് ചെയ്യാണ്, ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ലോഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ എങ്ങനെയാണ് ഈ ബൂട്ട്സ്ട്രാപ്പ് ലോഡറിൻ്റെ എക്സിക്യൂഷനും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബിഹൈൻഡ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ബൂട്ട്സ്ട്രാപ്പ് നമുക്കറിയാം, ഫസ്റ്റ് പ്രോഗ്രാം ടു ബി റൺ ബൈ ദ കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന ഫസ്റ്റ് പ്രോഗ്രാമിനെ ലോഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ചെയ്യുന്നത്. അത് യൂഷ്വലി എന്തായിരിക്കും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് ഒരു ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരു SIC ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ആണെങ്കിൽ അതിൻ്റെ എവിടെയാണ് ബിഗിനിങ് അഡ്രസ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ബൂട്ട്സ്ട്രാപ്പ് തുടങ്ങുന്നത് തന്നെ 0 എന്ന് പറയുന്ന അഡ്രസ്സിലായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, OS സ്റ്റാർട്ടിങ് അഡ്രസ്സിനെ ലോഡ്സ് ദി OS സ്റ്റാർട്ടിങ് അഡ്രസ്സിനെ ഇങ്ങോട്ട് 80 എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് ലോഡ് ചെയ്യും. ഓക്കെ, അത് 80 എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് ലോഡ് ചെയ്യാം. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്, ഈ OS റൊട്ടീൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒബ്ജക്റ്റ് കോഡുകൾ 80 എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് സ്റ്റോർ ചെയ്യും. ഇവിടെ എന്തുണ്ടായിരിക്കില്ല, ഹെഡ് റെക്കോർഡ് അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള ടെക്സ്റ്റ് റെക്കോർഡ്, എൻഡ് റെക്കോർഡ്, ഇത് ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ദെൻ അപ്പം 80 എന്ന് പറയുന്ന ഒരു മെമ്മറിയിലേക്കാണ് നമ്മൾ OSൻ്റെ ഒബ്ജക്റ്റ് കോഡുകളെ നമ്മൾ ലോഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സീഡോ കോഡാണ്. ഓക്കെ, SIC/Xയുടെ ബൂട്ട്സ്ട്രാപ്പ് ലോഡറിൻ്റെ സീഡോ കോഡാണ്. എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അത് നമ്മൾ എന്താ പറഞ്ഞത്, 80 എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് എന്ത് ചെയ്ത് വെക്കണം, സ്റ്റോർ ചെയ്ത് വെക്കണം ഈ OS റൂട്ടീൻസിനെ. എന്നിട്ട് അവിടെ ചെന്നിട്ടാണ് എക്സിക്യൂഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ 80 എന്ന് പറയുന്നതിന് നമ്മൾ എന്താക്കാം, ഒരു ഇൻഡെക്സ് രജിസ്റ്ററായ Xലേക്ക്, X ആണ് ഈ 80നെ എന്ത് ചെയ്യുന്നത്, ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് രജിസ്റ്റർ. ഓക്കെ, ദ അഡ്രസ് ഓഫ് ദി എക്സിൽ എന്താണ് ഉണ്ടായിരിക്കുക, അടുത്ത മെമ്മറി ലൊക്കേഷൻ ടു ബി ലോഡഡ്. ഏത് മെമ്മറി ലൊക്കേഷനിലേക്കാണ് ലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സാണ് നമ്മൾ എക്സിൽ ഉണ്ടായിരിക്കുക. സോ എക്സിൽ ഇപ്പോൾ എന്താണുള്ളത്, 80 എന്ന് പറയുന്നതാണ് ഉള്ളത്. സോ 80ലേക്കാണ് നമ്മൾ ഇനി ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ ഓക്കെ, അടുത്തത് ലൂപ്പ് എന്താണ്, A എന്ന് പറയുന്ന അക്യുമുലേറ്ററിലേക്ക് GetC എന്ന് പറയുന്നതിനെയാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, GetC. അപ്പോൾ GetC എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്, GetC എന്ന് പറയുന്നത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ OS റൂട്ടീൻസ് എല്ലാം ഉള്ളത് F1 എന്ന് പറയുന്ന ഡിവൈസാണ്. ഓക്കെ, അപ്പോൾ ആ F1 എന്ന് പറയുന്ന ഡിവൈസിലെടുത്തിട്ട് അതായത് ASCII ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ASCII ആയിട്ട് GetC ചെയ്യുന്ന എന്താണ്, നമ്മളുടെ റുട്ടീൻസിനെല്ലാം ASCII കോഡായിട്ട് അല്ലെങ്കിൽ ASCII വാല്യൂ ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഈ ASCII വാല്യൂവിനെ ഹെക്സയിലാക്കി കൺവേർട്ട് ചെയ്യുക, ഹെക്സ ഡിജിറ്റാക്കി കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്ന പണിയാണ് നമ്മളുടെ GetC ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ആ ഹെക്സയിൽ കൺവേർട്ടാക്കി കിട്ടിയതിനെ നമ്മൾ എന്തിലോട്ട് സ്റ്റോർ ചെയ്യും, S എന്ന് പറയുന്ന രജിസ്റ്ററിനെ ഹയർ ബിറ്റ്സ് ഓർഡർ അല്ലെങ്കിൽ 4 ഹയർ ബിറ്റ്സ് ഓർഡറായിട്ട് സേവ് ചെയ്ത് വെക്കും. ഓക്കെ, ആദ്യം എക്സിലായിരിക്കും നമ്മളുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നത്, 80ലേക്കാണ് ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള അഡ്രസ്സ് കൊടുത്തു. A എന്ന് പറയുന്നതിലേക്ക് GetC വിളിച്ചു. GetC എന്താ ചെയ്യുന്നത്, കൺവേർട്ടിങ് ദി ASCII വാല്യൂ ഇൻ ടു ഹെക്സ അല്ലെങ്കിൽ ASCII ആയിട്ടാണ് ഈ GetC എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ 1 by 1 ഒബ്ജക്റ്റ് കോഡിനെ ഓരോന്നായിട്ട് റീഡ് ചെയ്തെടുക്കുന്നത് ASCII ആയിട്ടാണ്, ASCII വാല്യൂസ് ആയിട്ടാണ്. അപ്പം ഈ ASCIIനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെക്സയിലായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്ന പണിയാണ് നമ്മൾ GetC ചെയ്യുന്നത്. അപ്പം ആ വാല്യൂവിനെ S-ൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും എന്താണ്, വീണ്ടും നമ്മൾ GetCനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് കിട്ടും, ഒരു S എന്ന് പറയുന്നതിൽ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ഓൾറെഡി ASAയിലൂടെ എന്തുണ്ടായിരിക്കും, നമ്മളുടെ ഒരു ഹെക്സ ഡിജിറ്റ് ഉണ്ടായിരിക്കും. അതിനെ രണ്ടിനും, ആദ്യം കിട്ടിയ ഡിജിറ്റിനെയും രണ്ടാമത് കിട്ടിയ ഡിജിറ്റിനെയും നമ്മളിങ്ങോട്ട് കമ്പയർ ചെയ്യണം. അതാണ് ഇവിടെ A gives അല്ലെങ്കിൽ Aയിലേക്ക് A+S എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിനെ രണ്ടേയും കമ്പൈൻ ചെയ്തിട്ട്, ഇതിപ്പോൾ സപ്പോസ് നമ്മളിവിടെ റീഡ് ചെയ്യുന്നത് എന്താണ്, 1 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, 1നെയാണ് റീഡ് ചെയ്യാൻ നിൽക്കുന്നത്. നമ്മളുടെ GetC എന്ത് ചെയ്യും, F1 എന്ന് പറയുന്ന ഡിവൈസിൽ നിന്ന് 1നെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്, 31H എന്ന് പറഞ്ഞിട്ടായിരിക്കും റീഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഈ 31Hനെ എന്ത് ചെയ്യും, വീണ്ടും തിരിച്ച് 1 എന്ന് പറയുന്നതിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതേപോലെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ GetC നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയാണ്
ആദ്യം നമ്മൾ 13 ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ രണ്ടാമത് നമ്മുടെ 1 എന്ന് പറയുന്ന എസ്സിലേക്ക് ഇപ്പോൾ 1നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. രണ്ടാമത് നമ്മൾ റീഡ് ചെയ്യുന്നത് 40 ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് 34H ആയിട്ടായിരിക്കും നമ്മളുടെ ഗെറ്റ്സി റീഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ 34H ആയിട്ട് റീഡ് ചെയ്യുന്നതിനെ വീണ്ടും 4 ആക്കി കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ രണ്ടിനെയും നമ്മളുടെ അക്യുമുലേറ്ററിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഓരോന്നിലേക്കും നമ്മളുടെ ഒബ്ജക്റ്റ് കോഡുകളിലെ ഒബ്ജക്റ്റ് കോഡാക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്നതിന് 1000 ആണ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് എങ്കിൽ 14 എന്ന് പറയുന്നത് 1000ലേക്ക് പോകും. അടുത്ത 2 ഡിജിറ്റ് 10 ആണെന്നുണ്ടെങ്കിൽ 10 എന്ന് പറയുന്നത് 1002ലേക്ക് പോകും. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഈ ലോഡിങ് ഓരോരോ മെമ്മറി അഡ്രസ്സിലേക്കുള്ള ലോഡിങ്ങിൻ്റെ മുന്നേ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അത് നമുക്ക് 2 ഡിജിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ഈ എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയിട്ട് അല്ലേ, ഈ എക്സ് എന്ന് പറയുന്നത് 80ലായിരുന്നു. അപ്പോൾ അടുത്തത് 81ലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള x1 എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ആയിട്ട് അതിന് ശേഷമാണ് ഈ ലൂപ്പ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഒറ്റ ലൂപ്പിൽ നമുക്ക് 2 ഡിജിറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ 14 അല്ലെങ്കിൽ 1033 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ 2 ഡിജിറ്റുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ മെമ്മറി അഡ്രസ്സിലേക്ക് ലോഡ് ചെയ്ത് വിടുന്നത്. ഓക്കെ, സോ അത് ചെയ്യുന്നത് ഗെറ്റ്സി എന്ന് പറയുന്നതാണ് ബൂട്ട് സ്ട്രാപ്പിൽ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബൂട്ട് സ്ട്രാപ്പ് ലോഡുള്ള പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ ബൂട്ട് സ്ട്രാപ്പ് ലോഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൻ്റെ ഹെൽപ്പോട് കൂടി വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കേട്ടോ. നമുക്കറിയാം ബൂട്ടിൻ്റെ സ്റ്റാർട്ടിങ് എപ്പോഴും 0 എന്ന് പറയുന്നതിലാണ്. നമുക്ക് പ്രോഗ്രാമിലേക്ക് എടുക്കും. ആദ്യം നമുക്ക് വേണ്ടത് അക്യുമുലേറ്റർ ആണ്. അക്യുമുലേറ്റർ എ എന്ന് പറയുന്ന അക്യുമുലേറ്റർ. സോ അതിനെ ക്ലിയർ ചെയ്ത് വെക്കുക. ഓക്കെ, അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത് ലോഡ് എക്സ്. നമ്മൾ പറഞ്ഞു എക്സിലേക്കാണ് നമ്മൾ 80 എന്ന് പറയുന്നത്. ഇതിന് മുന്നേ പറഞ്ഞ സീഡോ കോഡില്ലേ, ഇതിൻ്റെ തന്നെയാണ് കൺസെപ്റ്റ്. അത് നമ്മൾ പ്രോഗ്രാമായിട്ട് പറയുകയാണ്. അപ്പം എക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് രജിസ്റ്ററിലേക്കാണ് നമ്മൾ ലോഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ സോ LDX എക്സിലേക്ക് ലോഡ് ചെയ്യുക. എന്താണ് #128. ഈ 128 എന്ന് പറഞ്ഞാൽ എന്താണ് ഹെക്സാ ഡെസിമൽ വാല്യൂവിൽ 80 ആണ് അല്ലേ. നമ്മൾ 80 എന്ന് പറയുന്ന അഡ്രസ്സിലേക്കാണ് നമ്മൾ എക്സിനെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഇനീഷ്യലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ 128 ഈസ് നത്തിങ് ബട്ട് 80 ആണ്. സോ അപ്പം അതിൻ്റെ 128 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ. അപ്പം എക്സ് എന്ന് പറയുന്നത് ലോഡ് ചെയ്തിരിക്കുന്നത് #128 ആണ്. എന്നിട്ട് അവിടെ നമ്മൾ ഗെറ്റ്സി എന്ന് പറയുന്ന സബ് റുട്ടീനെയാണ് വിളിക്കുന്നത്. ഓക്കെ, ഗെറ്റ്സി എന്ന് പറയുമ്പോൾ സബ് റുട്ടീനെ വിളിക്കുമ്പോൾ എന്താണ് ASCII ആയിട്ട് റീഡ് ചെയ്യുന്ന വാല്യൂ എന്താണോ, ഇപ്പോൾ 1 ആണ് 2 ആണ് 3 ആണെങ്കിലൊക്കെ അതിനെ ASCII വാല്യൂ ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. അതിനെയെല്ലാം എന്ത് ചെയ്യുന്നു ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RMO ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ രജിസ്റ്റർ മൂവ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് എന്തിലേക്ക് മൂവ് ചെയ്യും, എസ് എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യും ഇല്ലേ. തൊട്ട് മുന്നേ നമ്മൾ ആ സ്യൂഡോ കോഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. എന്നിട്ട് എസ്സിൻ്റെ ഷിഫ്റ്റ് ലെഫ്റ്റ് ആണ് അല്ലെങ്കിൽ ഹയർ ഓർഡർ 4 ബിറ്റ്സ് ആയിട്ടാണ് നമ്മൾ കിട്ടിയിരിക്കുന്ന ആ ഒരു ഹെക്സാ ഡിജിറ്റ് നമ്മൾ എന്താണോ റീഡ് ചെയ്യുന്നത് 1ഓ 2ഓ 3ഓ 4ഓ അതിനെല്ലാം ASCII വാല്യൂ ആയിട്ടാണ് റീഡ് ചെയ്യുന്നുണ്ടാവുക ഗെറ്റ്സി. ഈ ASCII വാല്യൂവിനെ ഡിജിറ്റിലേക്ക് ആക്കുമ്പോൾ ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ എസ്സിനെ തന്നെ ഷിഫ്റ്റ് ലെഫ്റ്റിലുള്ള അതല്ലെങ്കിൽ ഹയർ ഓർഡർ 4 ബിറ്റ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് എന്ന് പറയുന്നത് എസ്സിലുണ്ട്. വീണ്ടും എന്ത് ചെയ്യുന്നു ജേസബ് ഗെറ്റ്സിനെ വിളിക്കുന്നു. ഓക്കെ, ഗെറ്റ്സിനെ വിളിക്കുന്ന സമയത്ത് ഇപ്പം അക്യുമുലേറ്ററിൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പം അതിനെന്താ ചെയ്യാൻ പറഞ്ഞത് ആഡ് ആർ. ഓക്കെ, ആഡ് ആർ എന്ന് പറയുമ്പം എസ്സിലുള്ളതും എയിലുള്ളതും എന്താണ് ആഡ് ആർ എസ് കോമ എന്ന് പറയുമ്പം എസ്സിലുള്ളതും എയിലുള്ളതും കമ്പൈൻ ആയിട്ട് ഇപ്പോൾ ഓൾറെഡി 1 ആണ്, പിന്നെ നമ്മൾ റീഡ് ചെയ്ത 4 ആണെന്നുണ്ടെങ്കിൽ 14 ആദ്യം റീഡ് ചെയ്ത് 31H പിന്നെ റീഡ് ചെയ്ത് 34H ആണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ 14 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പം 14 എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എന്താണ് എക്സിൽ എന്താണ് എക്സ് സ്റ്റോറേജ്. ഓക്കെ, സ്റ്റോർ CH ആ ക്യാരക്ടറിനെ എന്തിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് പറഞ്ഞത് 0,x. സോ എക്സിൽ നമ്മൾ ഓൾറെഡി 128 എന്ന് പറയുന്ന അല്ലെങ്കിൽ 80 എന്ന് പറയുന്ന അഡ്രസ്സിലേക്കാണെന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ 80ലേക്ക് എന്ത് പോകും 14 പോകുന്നു. എന്നിട്ട് TIXR നമ്മൾ എന്തിനായിരുന്നു യൂസ് ചെയ്തത് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സിൻ്റെ വാല്യൂ എന്താവും x=x+1 ആവും. എന്നിട്ടാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നത് എന്തിലോട്ട് ലൂപ്പിലോട്ട് ജമ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ ലൂപ്പിലോട്ട് ജമ്പ് ചെയ്യുന്ന അപ്പോൾ അങ്ങനെ 2 ഡിജിറ്റ് ഓൾറെഡി നമ്മളുടെ ഈ 128 എന്ന് പറയുന്ന 80 എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് ഇപ്പോൾ സ്റ്റോർ ആയിട്ടുണ്ടാവും. നമ്മളിപ്പോഴും ഗെറ്റ്സി എങ്ങനെയാണ് ഗെറ്റ്സിയുടെ കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടില്ല, അത് നമ്മൾ പറയാം. സോ ഇപ്പം ഇതാണ് നമ്മളുടെ സിംപ്ലി നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്യൂഡോ കോഡിനെ പോലത്തെ ഉള്ള തന്നെ അതിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ,
സോ നമുക്ക് ഗെറ്റ് സി എന്ന് പറയുന്ന റുട്ടീൻ എന്താ ചെയ്യുന്നത് നോക്കാം. ഗെറ്റ് സി എന്ന് പറയുന്ന റുട്ടീന് ഇതാ ഇവിടെയാണ് കിടക്കുന്നത്. ഗെറ്റ് സി എന്ന് പറയുന്ന റുട്ടീൻ എന്താ, ആദ്യം നമ്മളുടെ ടെസ്റ്റ് ഡിവൈസാണ്. ഡിവൈസ് റെഡി ആണോ അല്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നു. ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ഗെറ്റ് സി നമുക്ക് എന്ത് ചെയ്യണം, റെഡി ആണെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റം റെഡി ആണെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡിവൈസ് റെഡി ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, റീഡ് ഡിവൈസ് എന്ന് പറയുമ്പം ഇൻപുട്ട്. ഇൻപുട്ടിനെ നമ്മൾ റീഡ് ചെയ്യണം. എന്താണോ റീഡ്, എന്താണ് ക്യാരക്ടറാണ്, അതായത് ASCII ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മളിങ്ങനെ റീഡ് ചെയ്യുന്നത് എന്താണോ നമ്മൾ റീഡ് ചെയ്തത്, ഇവിടെ ഒരു ഫസ്റ്റ് ക്യാരക്ടർ നമ്മൾ റീഡ് ചെയ്തത്, ആ റീഡ് ചെയ്തത് കമ്പയർ ചെയ്യുക 4 ആണോന്ന്. റീഡ് ചെയ്തത് 4 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ഫയൽ ആണെന്നാണ് നമ്മൾ പറയാം. റീഡ് ചെയ്തത് 4 ആണെന്നുണ്ടെങ്കിൽ അത് എൻഡ് ഓഫ് ഫയൽ ആണ്. എൻഡ് ഓഫ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ജമ്പ് ഈക്വൽ ടു 80. 80 എന്ന് പറയുന്നതിലാണ് നമ്മൾ പോയിട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈക്വൽ ടു 80യിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആവണം. ഒന്നും കൂടി പറയാം, നമ്മൾ ആദ്യം ഗെറ്റ് സി എന്ന് പറയുന്ന റുട്ടീനെയാണ് ഇവിടെ റീഡ് ക്യാരക്ടർ, ഗെറ്റ് സി റുട്ടീനാണ് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ നമ്മൾ അവിടെ റീഡ് ക്യാരക്ടർ, ഫസ്റ്റ് ക്യാരക്ടറിന് റീഡ് ചെയ്യുന്നു. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ASCII വാല്യൂ ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. ആ ASCII വാല്യൂവിനെ നമ്മൾ ഹെക്സാലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഫോമാണ്, എങ്ങനെയാണ് കൺവേർഷൻ എന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നത്. ആ റീഡ് ചെയ്ത ക്യാരക്ടർ കമ്പയർ ചെയ്യുക 4 ആണോ എന്ന് കമ്പയർ ചെയ്യും. ക്യാരക്ടറിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4 ആണെന്ന് കൺവേർട്ട് ചെയ്യും. 4 ആണെന്നുണ്ടെങ്കിൽ അത് എൻഡ് ഓഫ് ഫയലാണ്. എൻഡ് ഓഫ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ 80യിലേക്ക് പോവുക. 80യിൽ പോയിട്ട് എക്സിക്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റീഡ് ചെയ്യുന്നത് 1 ആണെങ്കിൽ 31H ആണ് അല്ലേ. റീഡ് ചെയ്യുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ 31H ആയിട്ടാണ് റീഡ് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യും, ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ 4 ആണെന്നുണ്ടെങ്കിൽ 80യിൽ പോയിട്ട് എക്സിക്യൂഷൻ നടത്തണം എന്ന് പറഞ്ഞു. ഇനി ഇനി നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ ഈ അല്ലെങ്കിൽ റീഡ് ചെയ്തെടുത്തത് 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ 80യിൽ പോയിട്ട് എക്സിക്യൂഷൻ ചെയ്യും. പിന്നെ നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത്, അതിപ്പം ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ റീഡ് ചെയ്തെടുക്കുന്നത് എന്താണ്, 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് 48 എന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ് റീഡ് ചെയ്തെടുക്കുന്നത് അതിനെല്ലാം നമ്മൾ 48 എന്നുമായിട്ട് കമ്പയർ ചെയ്തെടുക്കുന്നത്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 31H അല്ലെങ്കിൽ 49 ഡെസിമൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. 49 ഡെസിമൽ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. അപ്പം ഈ 49ഉം ഈ 48ഉം ഈ 49ഉം നിങ്ങൾ ആ പ്രോഗ്രാം ആദ്യം എഴുതിയെടുക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. അപ്പോൾ 49ഉം ഈ തന്നിരിക്കുന്ന എന്താണ് പറഞ്ഞിട്ടുള്ളത്, കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് 48ഉമായിട്ട്. അപ്പോൾ ഈ 49ഉം 48ഉം കമ്പയർ ചെയ്യും. 49ഉം 48ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് 49 ഗ്രേറ്റർ ആണ് അല്ലേ, 49 ഗ്രേറ്റർ ആണ്. ലെസ് ആണെന്നുണ്ടെങ്കിലാണ് എന്താണ് ഗെറ്റ് സി എന്ന് പറയുന്നത്. ഇപ്പം ജമ്പ് ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ, ജമ്പ് ചെയ്യുക ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ക്യാരക്ടറിന് റീഡ് ചെയ്യുക. ഇപ്പോൾ 48 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, 0 എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്യുന്നതിന് അതിൻ്റെ ASCII ക്യാരക്ടറിൻ്റെ ഡെസിമലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, 48 എന്ന് പറയുന്നത്. 0 എന്ന് പറയുന്ന അല്ലെങ്കിൽ 30H എന്ന് പറയുന്നതിൻ്റെ ഡെസിമൽ വാല്യൂ ആണ് നമ്മളുടെ 48 എന്ന് പറയുന്നത്. ഡെസിമൽ വാല്യൂ നമ്മൾ 30Hന് അല്ലെങ്കിൽ 0 ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 30H അല്ലെങ്കിൽ എന്താണ് 48 ആണ് അതിൻ്റെ ഡെസിമൽ എന്ന് പറയുന്നത്. 0 ആണോ എന്നാണ് കമ്പയർ ചെയ്യുന്നത്. പിന്നെ 1 ആണെന്നുണ്ടെങ്കിലാണ് 49H വരുന്നത്. അപ്പോൾ ഞാൻ റീഡ് ചെയ്തത് ഇപ്പോൾ 49നേക്കാളും കുറവാണെങ്കിൽ 48 എന്ന് പറയുന്നത് 49നേക്കാട്ടിലും 48 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0നേക്കാട്ടിലും കുറവാണെങ്കിൽ അതെന്താണ്, കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഒന്നല്ലെങ്കിൽ അത് കോളൻ ആയിരിക്കും, അല്ലെങ്കിൽ സെമി കോളൻ ആയിരിക്കും. അങ്ങനത്തെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ അടുത്ത സ്കിപ്പ് ചെയ്യുക, കാരണം അത് വേറെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ആയിരിക്കും. ദെൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ
എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 48 എന്ന് പറയുന്നതിന് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ലെസ് ദാൻ അല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഗ്രേറ്റർ ആണ്. അപ്പോൾ കിട്ടിയിരിക്കുന്നതിനെ, അത് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നതിനെ, അപ്പം 1 2 3 അങ്ങനെ 49 അങ്ങനെയൊക്കെയാണ്. 49 50 2 ആണെങ്കിൽ 50 ആ രീതിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ, അതായത് ലെസ് ദാൻ അല്ല ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഓരോന്നിനെയും സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പം നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ 1നെ ഇപ്പോൾ 0നെയാണ് റീഡ് ചെയ്തെങ്കിൽ അതിന് 48 എന്ന് പറയുന്നതാണ് വരിക. ഓക്കെ, അപ്പോൾ 48 എന്ന് പറയുന്നതാണ് 0. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ 48ഉമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് 48നേക്കാട്ടിലും കുറവാണ്, അപ്പം എന്താണ് 47 എന്നുള്ള രീതിയിലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് 0നേക്കാട്ടിലും കുറവാണ്. സോ ആ ക്യാരക്ടേഴ്സിനെ സ്കിപ്പ് ചെയ്യാം, കാരണം അതൊരു കോളനോ സെമി കോളനോ ആണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നു. ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ സബ് 48. ഓക്കെ, സബ് 48 എന്ന് പറയുമ്പോൾ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ 47 അല്ല, നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 49 ആണെന്ന് വിചാരിച്ചു. അതായത് റീഡ് ചെയ്യുന്നത് 1 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, 31Hൻ്റെ നമ്മൾ പറയുമ്പോൾ 31H അല്ലെങ്കിൽ 14 1നെയാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ 49 എന്നാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഡെസിമൽ വാല്യൂ അത് 48ഉമായിട്ട് കമ്പയർ ചെയ്യും. അത് 48ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 49 ആണ് ഗ്രേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് 0 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 49നെ സബ്സ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞത്, സബ് 48. അപ്പോൾ 49ൽ നിന്ന് 48 സബ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1 വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്തായി? നമ്മൾ റീഡ് ചെയ്തത് 1 ആണെങ്കിൽ 49 മൈനസ് 48, അപ്പോൾ കറക്റ്റായിട്ട് 1 എന്ന് വന്നു അല്ലേ? അപ്പം 1നെയാണ് നമ്മൾ റീഡ് ചെയ്തെടുത്തത്. 1നെയാണ് റീഡ് ചെയ്തെടുത്തത് എന്നുണ്ടെങ്കിൽ 1ൻ്റെ ഡെസിമൽ വാല്യൂ 49 ആണ്. സോ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ 49 മൈനസ് 48, അതാണ് പറഞ്ഞത് സബ് 48. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ നമ്മൾ 1 എന്ന് പറയുന്ന ക്യാരക്ടറിന് റീഡായി. ഓക്കെ, 1 എന്നാണെന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയാണെന്ന് ഇപ്പോൾ 1 കിട്ടി. ഇപ്പോൾ നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത് 2 ആണ്. 2ൻ്റെ അസ്കി വാല്യൂ അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. അതിനെ അസ്കിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് 50 എന്ന് വന്നെങ്കിൽ നമ്മൾ എന്താണ്? ഗ്രേറ്റർ ആണ്. ഇപ്പം ലെസ് ദാൻ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കിപ്പ് ചെയ്യേണ്ടത്. ഗ്രേറ്റർ ആണെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞിട്ട്? അല്ലാന്നുണ്ടെങ്കിൽ സബ് 48. അപ്പോൾ 50 മൈനസ് 48, അപ്പോൾ 50 മൈനസ് 48 എന്ന് പറയുമ്പോൾ 2 വരും അല്ലേ? അപ്പോൾ 2 എന്ന് പറയുന്ന ക്യാരക്ടറാണ് നമുക്ക്. അപ്പോൾ 2 എന്ന് പറയുന്ന ക്യാരക്ടറിനെ 2 എന്ന് പറയുന്ന ഹെക്സാ വാല്യൂവിനെ നമ്മൾ 2ൻ്റെ 32H എന്ന് പറയുന്നതിനെ റീഡ് ചെയ്ത് നമ്മൾ 2 എന്ന് പറഞ്ഞ് കിട്ടി. അങ്ങനെയാണ് ഓരോന്നും സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പം അടുത്തത് 3 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്തതിന് മൈനസ് ചെയ്യും. അങ്ങനെ മൈനസ് ചെയ്തിട്ടാണ് 1 2 3 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ 9 വരെ പോവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് 1 2 3 4 5 6 7 8 9 വരെ നമ്മളിങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്ത് പോവും. ഓക്കെ, അതിന് ശേഷമാണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്? കമ്പയർ എന്ന് പറഞ്ഞിട്ട് കമ്പയർ 10നുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഏതുവരെയാണ്? 0 മുതൽ 9 വരെ നമ്മൾ പോകും. 0 മുതൽ 9 വരെ ഇങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ 0 to 9 വരെയുള്ള എല്ലാ വാല്യൂസിനും നമുക്ക് കിട്ടും. അതിനുശേഷം 10 ആണോ എന്ന് കമ്പയർ ചെയ്യണം. ഓക്കെ, എ ആണെങ്കിൽ അവിടെ കിട്ടുന്നത് 10 ആണ്. നമ്മൾ എ കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ടു എഫ് കിട്ടുന്നത് എന്താണ്? എ മുതൽ എഫ് വരെ. സോ 10 എന്ന് പറയുന്നത് എൻ്റെയാണ്. ഓക്കെ, എ ആണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്നത് 10 ആയിരിക്കും അല്ലേ? എ ആണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്നത് 10 ആയിരിക്കും. വരുന്ന വാല്യൂ അല്ലെങ്കിൽ നമ്മൾ റീഡ് ചെയ്യുന്ന ആ ക്യാരക്ടർ 10നേക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ 10 എന്ന് പറയുന്നതായിട്ട് കമ്പയർ ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വാല്യൂ കിട്ടുന്നത് എന്താണോ? കാരണം എ ടു എഫ് ആണ്. 9 വരെ റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എ ബി സി ഡി ഇ എഫ് വരെയാണ്. സോ 10 ആണ്. അപ്പോൾ 10 വെച്ചിട്ടാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് എന്താണ്? 10 വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഈ 10നേക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ, അതായത് നമ്മളിവിടെ ലെസ് ദാൻ എന്നാണ് കൊടുത്തിട്ട്, ലെസ് ദാൻ ആണെങ്കിൽ റിട്ടേൺ ചെയ്യണം. ഗ്രേറ്റർ ആണെങ്കിൽ സബ് 7. ഓക്കെ, എത്ര സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്? 7 ആണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് അല്ലേ? എങ്ങനെയാണ് 7 എന്ന് വന്നത്? 0 മുതൽ 9 വരെ, അതായത് 7 എണ്ണം കഴിഞ്ഞിട്ടാണ് നമുക്ക് എ വരുന്നത് അല്ലേ? 7 എണ്ണം കഴിഞ്ഞിട്ടാണ് നമുക്ക് എ എന്ന് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ 7 സബ്സ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, സോ 0 മുതൽ കൊടുക്കുമ്പോൾ നമ്മൾ 9 വരെ 39H വരെ ഉള്ളതിനെല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾക്ക് വരുന്നത് എ ആണ്. എനെയാണ് റീഡ് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ 10 ആണ് അതിൻ്റെ ഹെക്സ വാല്യൂ എന്ന് പറയുന്നത്. സോ ഡെസിമൽ വാല്യൂ 10 ആണ്. അപ്പോൾ 10നുമായിട്ട് കമ്പയർ ചെയ്യുന്നു. 10നുമായിട്ട് ഗ്രേറ്റർ ആണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. 7 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നമുക്ക് കിട്ടും. സോ എ ടു എഫ് വരെ ഉള്ളത് അങ്ങനെയാണ്. 7 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വാല്യൂ കിട്ടുന്നത്.
സോ നമ്മൾ 0 to 9 A to F നമ്മളവിടെ റീഡ് ചെയ്തു. ഓക്കെ, ദെൻ എന്താണ് ചെയ്യുന്നത്, റിട്ടേൺ ആർ സബിലേക്ക് വീണ്ടും റിട്ടേൺ ചെയ്യുന്നു, സബ് റൂട്ടീന് വീണ്ടും റിട്ടേൺ ചെയ്യുന്നു. ഇൻപുട്ട് എക്സ് ബൈറ്റ് എക്സ് എഫ് എന്ന് പറയുന്ന ഡിവൈസിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ആ ലൂപ്പ് എൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൺവേർഷൻ എന്ന് പറയുന്നത്, ഗെറ്റ് സീഡർ കൺവേർഷൻ എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ 0 to 9 A to F ഉള്ള എങ്ങനെയൊക്കെയാണ് അതിന് ഓരോന്നും ആദ്യം നമ്മൾ ആദ്യം 48 48 എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ 0 എന്ന് പറയുന്നത്. അപ്പോൾ 0 കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൽ കുറയ്ക്കുന്നത്, സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ എത്ര സബ്സ്ട്രാക്ട് ചെയ്യണം, എത്രയാണ് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞത്, 48 സബ്സ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 0 to 9 ആണെങ്കിൽ, A to F ആണെങ്കിൽ നമ്മൾ 7 സബ്സ്ട്രാക്ട് ചെയ്യുക. സോ അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് കിട്ടും. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.